ചിക്കൻ ഇടാം. ചിക്കൻ കറി ഞാനൊരു അടിപൊളി പെപ്പർ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഡ്രൈ ആയിട്ടല്ല, കുറച്ച് ചാറോട് കൂടി ഒരു കുഴമ്പൻ പരുവത്തിൽ കേട്ടോ. അതിന് മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ ചേർക്കുന്നുണ്ട്. പെപ്പർ ചിക്കനിന് അധികം മല്ലിപ്പൊടി ചേർക്കേണ്ടാവില്ലായിരിക്കും. പക്ഷെ അതിനകത്ത് മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. ഞാൻ എന്താ പെപ്പർ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണ്. പെപ്പറിനൊന്നും പറയാം, പെപ്പറും ഇല്ല, മസാല ഇടുന്നില്ല. മസാല ഇടാതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട്, കാരണം അങ്ങനത്തെ ചിക്കൻ കറിയാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം. നമുക്ക് ഗരം മസാല ചേർക്കുമ്പോൾ ചിക്കൻ കറി പെട്ടെന്ന് നമുക്ക് മട്ടിപ്പോവും. എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. ഒരുപാട് സ്പൈസി ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ ചിക്കൻ്റെ ടേസ്റ്റ് അറിയൂല, നമ്മളുടെ എല്ലാ കാര്യങ്ങളും വണ്ടടിച്ചോണം പോയി കിട്ടും. അപ്പം ഞാൻ ഇത്തിരി ചിക്കൻ്റെ സവാളയും വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇത് മാത്രം ഇട്ടിട്ടാണ് ഇപ്പോൾ വഴറ്റുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം നമുക്കിനി ഇതിലേക്ക് ഇനി പൊടികളെല്ലാം ചേർക്കാം. ആദ്യം ഇടേണ്ടത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരു സ്പൂൺ, ഇത്രയും ഇടുന്ന 1.5 സ്പൂൺ ഇടണം. 3 സ്പൂണുണ്ട്, ഇതാണ് സ്പൂൺ എൻ്റേത്. അതിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇതാ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നല്ലതാ വയറിന്, ഈ ഇങ്ങനെയൊക്കെ കറികൾ വയ്ക്കുമ്പോൾ. പിന്നെ നമ്മൾ ഇത്തിരി ഇതാ ഈ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തു. നമ്മൾ ഇനി ചേർക്കുന്നത് ഇത്തിരി കുരുമുളക് ഇപ്പം ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഈ ഒരു കുരുമുളക് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കും കേട്ടോ. നമ്മൾ ഒരു കഴിഞ്ഞ് നമ്മളിതാ ഇങ്ങനെ ഇളക്കാം. എന്താ പറയാ, നമ്മള് കറി വെക്കുമ്പോൾ നല്ലപോലെ സവാള ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് അല്ലെങ്കിലേ ഒരു മധുരൻ കളർ ഒരു ടേസ്റ്റ് ഒക്കെ വരും നമുക്ക്. കണ്ടോ, നല്ല പോലെ ഇങ്ങനെ ഡ്രൈ ആവണം നമുക്ക്. ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ ഇതിന്റെ? അതാണ് ശബ്ദം വരും. നമുക്ക് നമുക്ക് എടുക്കാം. ഈ ശബ്ദം ഉണ്ടാവണം. അലിഞ്ഞു പോട്ടോ ഈ ചീനച്ചട്ടിയിൽ ഇരുന്ന് ഈ സവാളയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് ഇതിലിങ്ങനെ അലിഞ്ഞ് അങ്ങ് ചേരും. ഒരു സവാളയും ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. അതായത് കുറച്ച് കൂടുതലാണ് വെളുത്തുള്ളി ഞാൻ ആഡ് ചെയ്തിരിക്കണം. കാരണം അങ്ങനെ തന്നെ ഇട്ടിരിക്കട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. അതങ്ങോട്ട് പൊക്കോളും. എനിക്ക് അങ്ങനെ ഇടാൻ ഇഷ്ടം. നല്ല ടേസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ അതൊന്ന് പറയണേ എന്നോട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ചുമയൊക്കെ വരണ്ട കേട്ടോ. നമ്മള് ഇതാണ് ഇളക്കി മറിക്കണം. അങ്ങനെ ഇളക്കി മറിക്കണം മക്കളെ. നമ്മൾ ഇത്രയും നേരം നമ്മൾ സാധനം നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ, ശ്രദ്ധിക്കണേ. ഉപ്പ് നമ്മൾ ലാസ്റ്റ് ചേർത്താൽ മതി. ലാസ്റ്റ് വെച്ചാല് ഒന്ന് ചിക്കൻ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കണം. ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത്തിരി ഉപ്പിട്ടാൽ മതി കേട്ടോ. ചിക്കനാണേ ഇത്തിരി ഉപ്പ് പിടിക്കണം. അങ്ങോട്ട് ഞാൻ തുമ്മി. ഇളക്കട്ടെ കേട്ടോ. നല്ല പോലെ ഇങ്ങനെ ഇളക്കണം. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ തന്നെ നല്ല സ്പൈസിയാണ്. പച്ചമുളക്, മുളക് പൊടി, നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇത്തിരി എരിവുള്ളത് തന്നെ. മല്ലിപ്പൊടിയിലും കുറച്ച് എരിവൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്തിരി മധുര ഇതിവിടെ കിടന്നങ്ങ് തിളച്ച് മറിയിട്ട് വെള്ളക്കഞ്ഞി ഇറങ്ങിക്കോളും നന്നായിട്ട്. ഇത്ര മതി. നമുക്കിതിന് മൂടി വെക്കാം കേട്ടോ.
ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്കതങ്ങ് മൂടി വയ്ക്കാം. അപ്പൊ ഇനി അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചിക്കൻ കറി ഇനി അവിടെ കിടന്നങ്ങ് വേവട്ടെ. ബൈ, കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ. നമുക്കിനി ഇളക്കി കൊടുത്താലോ? ഒന്ന് ഇളക്കി കൊടുക്കുന്ന നല്ലതാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കണം കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് അധികം ഒഴിക്കാണ്ടല്ലേ നമ്മൾ വേവിച്ചേക്കണേ. കുറച്ചിങ്ങനെ ഇളക്കി ഇടണം കേട്ടോ. വെന്തു, ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് തീ കുറച്ച് വെക്കാം. എന്നിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത് കേട്ടോ. അപ്പൊ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. ചിക്കനെ വെന്ത മണൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാട്ടെ. അത് പറഞ്ഞ അമ്മ ഹായ് ഹായ് ഹായ്, എണ്ണ തെളിഞ്ഞ് നിൽക്കണുണ്ടോ? ഇത്തിരി ചുമപ്പ് കളറൊക്കെ നമുക്ക് തോന്നും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കറുത്ത കളറിൽ കിട്ടും കേട്ടോ. കുറച്ചും കൂടി വേവാനുണ്ട്. വെന്ത മണൊക്കെ വന്നു തുടങ്ങി നമുക്ക് കേട്ടോ. നമുക്കത് അവിടെ കിടന്ന് ഇങ്ങനെ വേവട്ടെ. നല്ല പോലെ വേവണടോ, എന്നാലാണ് ചിക്കൻ സ്വാദം ഉണ്ടാവുള്ളൂ. ഓ, വേവണ്ണുണ്ട്. കണ്ടോ, വെന്തൂട്ടാ. പിന്നെ ചിക്കനൊക്കെ നല്ല പോലെ വെന്തുണ്ട്. കുറച്ചുകൂടി വേവട്ടെ അങ്ങട്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കണ്ടോ, നല്ല കളറായിണ്ട് അല്ലേ? നല്ല രസമാവും. നമുക്ക് തുറന്ന് നോക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടി അങ്ങ് വിതറാം കേട്ടോ. ഇപ്പൊ കുരുമുളക് പൊടി വിതറേണ്ട സമയമാണ്. വിതറി കൊടുക്കാം. ചിക്കൻ കറിയൊക്കെ അങ്ങനെ റെഡിയായി. കണ്ടോ, ഇനി കുരുമുളക് പൊടി വിതറട്ടെ കേട്ടോ. അതിലാണ് അതിന്റെ സ്വാദ്. ഒരുപാട് കൂടാനും പാടില്ല, ഒട്ടും കുറയാനും പാടില്ല. കണ്ടോ, ഈ ഒരു സ്പൂൺ മാത്രം ഇട്ടുള്ളൂ. അങ്ങനെ വെളുത്തുള്ളി പെപ്പർ ചിക്കൻ ഫ്രൈ, വെളുത്തുള്ളി ഇട്ടിട്ടുള്ള, അതായത് ഗാർലിക് പെപ്പർ ചിക്കൻ ഫ്രൈ ആണ് നമ്മളിപ്പോ റെഡിയാക്കിയത് കേട്ടോ. ഗാർലിക് പെപ്പർ ചിക്കൻ റോസ്റ്റ്, ഫ്രൈയോ റോസ്റ്റോ, ഫ്രൈ വേണ്ട, റോസ്റ്റ്. ഓക്കെ, ഇനി നമ്മുടെ അങ്ങനത്തെ ചിക്കന്റെ പരിപാടികൾ കഴിഞ്ഞു. Bye bye. Aditya Prasad Family Vlog signing off. Bye bye. Bye.